5 വർഷത്തിലൊരിക്കൽ വരുന്ന നിയമസഭാ ഇലക്ഷൻ വരികയാണ്. ഭിക്ഷാപാത്രങ്ങളുമായിട്ട് നമ്മുടെ നേതാക്കന്മാരെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ തേച്ചു മിനുക്കിയ ആയുധങ്ങളുമായിട്ട് ഏറ്റവും നല്ല മുഖം മനുഷ്യന് മുമ്പിൽ പ്രദർശിപ്പിക്കാനായിട്ട് ഇറങ്ങുന്ന സമയമാണ്. അപ്പോഴാണ് നമ്മുടെ പിണറായി സഖാവ് ഇന്നലെ ഒരു സമ്മേളനത്തിൽ ഒരാൾ ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കും അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു വലിയ വിവാദമായിട്ട് ഇന്നത്തെ എല്ലാ സോഷ്യൽ മീഡിയകളിലും മറ്റ് ന്യൂസ് ചാനലുകളിലും പ്രതിപക്ഷം ആയുധമാക്കിയെന്ന് ചോദിച്ചാൽ അവരും ചെറിയൊരു ആയുധമാക്കിയിട്ടുണ്ട്. ആ രീതിയിലൊക്കെ നിൽക്കുകയാണ്. പലപ്പോഴും പൊതുസമ്മേളനങ്ങൾ നടക്കുമ്പോൾ പലപ്പോഴും ഒരു പ്രസംഗം എന്നുള്ളതിൽ ഞാനും ആയിരക്കണക്കിന് വേദികൾ സ്കൂൾ കുട്ടികൾക്കും കോളേജുകളിലും ഒക്കെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. പലപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ സംസാരത്തിനിടയിൽ നമ്മുടെ സംസാരമൊക്കെ കേട്ട് മോട്ടിവേറ്റഡ് ആയിട്ടായിരിക്കും പലപ്പോൾ അപ്പം തന്നെ ചോദിക്കണമെന്ന് ചോദിച്ച് കുട്ടികളായാലും അല്ലെങ്കിൽ മുതിർന്നവരായാലും അപ്പം തന്നെ ആ വേദിയിലിരുന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ആ ഫ്ലോ അങ്ങ് വിട്ടുപോകും. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലോ നമുക്കങ്ങ് പോകുന്നതുകൊണ്ട് നമ്മൾ പറയും നമുക്ക് അവസാനം ചോദിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ അനേകം എക്സ്പീരിയൻസ് ആകുമ്പോൾ നമ്മൾ ആദ്യം പ്രസംഗം അല്ലെങ്കിൽ ഒരു ക്ലാസ്സോ മോട്ടിവേഷൻ ക്ലാസ്സോ എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പേ പറയും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം ചോദിക്കാം, അല്ലെങ്കിൽ എഴുതി നിങ്ങൾ വെച്ചിരുന്നാൽ മതി, അല്ലെങ്കിൽ ഒരുമിച്ച് അവസാനം മറുപടി പറയാമെന്ന് പറയും. പലപ്പോഴും ഒരു പ്രസംഗകൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടയ്ക്ക് കയറി ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫ്ലോ തീർച്ചയായിട്ടും പോകും. അത് നമുക്ക് പിന്നീട് അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടത്തില്ല. പലപ്പോഴും അത് പക്ഷേ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ തിങ്ങി വിങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ ഉടനങ്ങ് പറയണമെന്ന് തോന്നുന്ന ആൾക്കാരും ഉണ്ട്. പലപ്പോഴും ഇത് പ്രസംഗ കലയിൽ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. നമ്മുടെ പ്രസംഗത്തെ ഒബ്ജക്റ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമ്മളെ മനഃപൂർവ്വം കരിവായിട്ട് തേക്കാനായിട്ട് ആൾക്കാർ വന്നിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ ഡീൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയാറുണ്ട്. പലപ്പോഴും അവരെ ഇങ്ങ് പ്രസംഗപീഠത്തിൻ്റെ അടുക്കിലേക്ക് എല്ലാവരും കാണുക വിളിക്കും, അടുത്ത് വിളിച്ച് സംസാരിക്കും. അപ്പോൾ അവർക്കൊരു ചെറിയൊരു ചമ്മലും പരിഭ്രമം. ഇത് പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കുമ്പോൾ നമ്മളിതെല്ലാം പഠിപ്പിക്കുന്നതാണ്. പൊതുവേദിയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ എതിർക്കാൻ തന്നെ വരുന്നവർ. പക്ഷേ ഇത് എതിർക്കാനൊന്നും വന്നതല്ല. പിണറായി സഖാവിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ പെട്ടെന്ന് അയാളുടെ മനസ്സിൽ തിങ്ങി വിങ്ങിയ ഒരു സഖാവ് തന്നെയാണ്. അദ്ദേഹം ഒരു ചോദ്യം എടുത്തിട്ടു അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പിണറായി വിജയൻ സഖാവ് തിരിച്ചങ്ങ് പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ ശ്രീനിവാസൻ പണ്ടൊരു സിനിമയിൽ പറഞ്ഞ പോലെ ശ്രീനിവാസനും വെഞ്ഞാറമൂടും സ്വരാജും കൂടെ പറയുമ്പോൾ വെഞ്ഞാറമൂട് സ്വരാജിന് ജോലി എന്താ കിട്ടാതെന്ന് ചോദിച്ചാൽ അപ്പം ഉടനെ വെഞ്ഞാറമൂട് സ്വരാജ് പറഞ്ഞു എത്രയൊക്കെ അടക്കി വെച്ചാലും നമ്മൾ ഇൻ്റർവ്യൂവിനിരിക്കും നമ്മുടെ ഫ്രോഡുകൾ നമ്മുടെ ഉള്ളിലുള്ള ഫ്രോഡെല്ലാം വെളിയിൽ തിരക്കി വരുമെന്ന് പറയും. പലപ്പോഴും ഇത് ഉമ്മൻചാണ്ടി സാറിനെയും പിണറായി സഖാവിനെയൊക്കെ കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ട്. പിണറായി സഖാവ് ഇങ്ങനെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി സാറിനോട് ഒരു ബിവറേജസിൻ്റെ ഇഷ്യൂ ചോദിച്ചപ്പോൾ ഉമ്മൻചാണ്ടി സാറ് ചിരിച്ചുകൊണ്ട് നിങ്ങൾ കുറച്ച് കുടിയന്മാരൂടെ ഉണ്ട്, നിങ്ങളെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയുന്ന മറുപടിയും കേട്ടു. ജനാധിപത്യത്തിൽ ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. മര്യാദയോടുകൂടി പെരുമാറുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇതിനെ പല രീതിയിൽ ഡീൽ ചെയ്യായിരുന്നു. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചപ്പോൾ അത് ഞാൻ എൻ്റെ പ്രസംഗം ഒന്ന് അവസാനിച്ചോട്ടെ. ഒന്നാമത് ഇലക്ഷൻ സമയമാണ്. അദ്ദേഹത്തിൻ്റെ ഇമേജ് മോഹൻലാലും സുജിത് ഭക്തരും ഒക്കെ ഇൻ്റർവ്യൂ ചെയ്ത് അദ്ദേഹം വളരെ സരസനായ വ്യക്തിയായതുകൊണ്ട് മറുപടി പറയുന്നത് വെച്ചായിരിക്കും ഈ സഖാവ് തന്നെ ചോദ്യം എടുത്തിട്ടത്. പക്ഷെ എന്തായാലും ഇതിന് മറുപടി ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിരുന്നത്. പ്രായത്തിൻ്റെ ആധിക്യവുമാണ്. പലപ്പോഴും പ്രായം കൂടുമ്പോൾ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട്. തിരിച്ച് ഈ അവസാനം ചോദ്യം നിനക്ക് ചോദിക്കാം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിനക്ക് അവസാനം തരാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് ഒരു വലിയ